നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഏതായാലും ദേഹോപദ്രവൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. എന്തിനാ അവള് വഴക്കിട്ടത്? അത് പിന്നെ ആ ഗിരിജയുടെ പണിയാ. ഇവള് അങ്ങോട്ട് ആദ്യം വിളിച്ചത്. എന്തിനാ ഗിരിജയെ വിളിച്ചതെന്ന് ചോദിച്ചതിനാ വഴക്ക് തുടങ്ങിയത്. പിന്നെ ഞാൻ ഉറങ്ങിയെന്ന് വിചാരിച്ച് ഗിരിജയായിട്ടേ ഭയങ്കര സംസാരമായിരുന്നു എന്ന് മാത്രമല്ല, ഗിരിജ വീണയുമായിട്ട് ചേർന്ന് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇന്ന് 11 മണിക്ക് അവളുടെയും നിഖിലിന്റെയും കല്യാണം സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് ഗിരിജ നടത്തി കൊടുക്കും പോലും. ഗിരിജയല്ലേ ആള്. ഏട്ടത്തിയോടുള്ള ദേഷ്യവും പകയുവാ അവിടുന്ന് ഇറക്കി വിട്ടതിന്റെ ചുരുക്ക. ഈ പെണ്ണ് അവളുടെ കുന്നായ്മയ്ക്ക് കൂട്ടുനിന്നതാ എനിക്ക് അതിശയം. ഓ, അതൊന്നും നടക്കാൻ പോകുന്നില്ല. നിഖിലിനെ അവർക്ക് എങ്ങനെ കിട്ടാനാ? ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ പുറത്തെ ബെഞ്ചിലിരുന്ന ശ്രേയയാ ആരൊക്കെ ചേർന്ന് ഇവിടുന്ന് പൊക്കിയത്. അതിന്റെ പിന്നിലും ഗിരിജയാണെന്നാ എനിക്ക് തോന്നുന്നത്. എനിക്കപ്പോഴേ അറിയായിരുന്നു പത്തിക്ക് തല്ലി കൊല്ലാതെ വിട്ട പാമ്പ അവളെന്ന്. അവനോ പെണ്ണും പിള്ളയുടെ മൂട് താങ്ങിയും. അല്ല, അതൊന്നും നടക്കാൻ പോകുന്നില്ല. ശ്രേയ അവര് തന്നെ കൊണ്ടുപോയതാ. ചെവുത്ത കെട്ട ഈ വീണ അതൊന്നും മനസ്സിലാക്കാതെ ഇവിടുന്ന് ഇറങ്ങി പുറപ്പെട്ടതാ എനിക്ക് മനസ്സിലാവാത്തത്. പാതിരാത്രി നേരത്ത് അതും ഈ ടൗണില്. ഓരോ ദിവസവും പത്രത്തിലും ടിവിയിലും ഒക്കെ എന്തെല്ലാം വാർത്തകളാ. ഗിരിജ ഏട്ടത്തെ അടിക്കാനുള്ള വടിയായി വീണയും നിഖിലിനെയും കൂട്ടിലിട്ട് കെണിയൊരുക്കുക. ഈ ഭ്രാന്തിക്കത് മനസ്സിലാവുന്നില്ലല്ലോ. നിഖിലിനെയും അവള് ഗുണ്ടകളെ വിട്ട് പിടിപ്പിച്ചെന്നാ അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നിയത്. ഞാൻ ഏതായാലും ഏട്ടത്തെ വിളിച്ച് പറയുന്നില്ല. ഒന്നാമതേ ഏട്ടത്തെ ആകെ ടെൻഷനിലാ. പറയാതെ പോകുന്നതിന്റെ പ്രയാസം എനിക്കുണ്ട്. പറഞ്ഞ പോകാൻ ഏട്ടത്തി സമ്മതിക്കൂ? പിന്നെ വീണയ്ക്ക് എന്തെങ്കിലും ആപത്ത് വരുമോ എന്നുള്ള പേടിയേക്കാൾ വാശിക്കാരിയാണല്ലോ. അവളുടെ കാര്യം നടക്കാൻ എന്തും ചെയ്യുന്ന പ്രകൃത. എന്താ വേണ്ടതെന്ന് വെച്ചാ നീ ചെയ്യണം. വീണയുടെ വാക്കും കേട്ട് നിഖിലും അവർക്കൊപ്പം കൂടിയോന്ന് എനിക്കൊരു സംശയമുണ്ട്. ഏയ്, ഒരിക്കലും അവനത് ചെയ്യില്ല. പിന്നെ വലിയ ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധമുള്ള പക്ക ക്രിമിനൽ ഗിരിജ. അവള് അവരെ ഉപയോഗിച്ച് അവനെ എന്തായാലും ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ശ്രേയ പോയതിന്റെ ടെൻഷനായി ഏട്ടത്തിക്ക്. ഇന്നലെ 1-2 പ്രാവശ്യം ഞാനവിടെ ചെന്നതാ. ഏട്ടത്തി മറ്റെന്തോ ഉദ്ദേശവുമായി ചെന്നതാണെന്ന് കരുതിയിട്ടുണ്ടാവും. എന്നോട് അത്ര സുഖത്തിലല്ല സംസാരിച്ചത്. ഇവിടെ ആരും ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ദർശനയും രൂപേഷും ആരും.